മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ല, മോദിക്ക് ഇംഗ്ലീഷ് അറിയില്ലോ എന്ന് വിളിച്ചു പറഞ്ഞു നടക്കുന്ന ഒരുപാട് മരമൊണ്ണകള് നമ്മുടെ കേരളത്തിലില്ലേ? അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇസ്രായേലിൽ മോദി നടത്തിയ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഒരു ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് ഹമാസിനെതിരെ വ്യക്തമായ നിലപാട് നമ്മുടെ പ്രധാനമന്ത്രി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇന്ത്യ ഇസ്രായേലിനൊപ്പമാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചത് കൂടിയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് പോയതിന് സുഡാപ്പികളൊക്കെ വലിയ കുരുപൊട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. ഇടതുപക്ഷം എത്തിയിട്ടുണ്ട്, കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. സുഡാപ്പിയുടെ ഇപ്പൊ ഈ അടുത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ MK ഫൈസിയുടെ പ്രസ്താവനയൊക്കെയുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. അതിനു മുമ്പേ ആയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. No cause can justify the murder of civilians. Nothing can justify terrorism. India has also endured the pain of terrorism for a long time. We remember the 26/11 Mumbai attacks and the innocent lives lost, including Israeli citizens. Like you, we have consistent and uncompromising policy of zero tolerance for terrorism with no double standards. നിങ്ങൾ കേട്ടില്ലേ? മോദിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്ന മരമൊണ്ണകൾക്ക് ഇതിലപ്പുറം നമ്മളൊരു മറുപടിയും കൊടുക്കേണ്ടതില്ലല്ലോ. അപ്പൊ അത്തരം മരമൊണ്ണകൾ ഇനിയെങ്കിലും ഉളുപ്പില്ലാതെ പച്ചക്കള്ളം വിളിച്ചു പറയാതിരിക്കുക. ഞാൻ ഏതായാലും നരേന്ദ്രമോദി പ്രസംഗിച്ചതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. സാധാരണക്കാരുടെ കൊലപാതകത്തെ ന്യായീകരിക്കാൻ ഒരു കാരണത്തിനും കഴിയില്ല. ഭീകരവാദത്തെ ന്യായീകരിക്കാൻ ഒന്നിനുമാകില്ല. ദീർഘകാലമായി ഭീകരവാദത്തിന്റെ വേദന അനുഭവിക്കുന്ന രാജ്യമാണ് ഇന്ത്യയും. ഞങ്ങൾ ഓർക്കുന്നു, മുംബൈ ഭീകരാക്രമണങ്ങളും നിങ്ങളെപ്പോലുള്ള ഇസ്രായേൽ പൗരന്മാർ ഉൾപ്പെടെ നഷ്ടപ്പെട്ട നിരപരാധികളുടെ ജീവനുകളും. വിട്ടുവീഴ്ചയില്ലാത്തതും സുസ്ഥിരവുമായി ഒരു നയം ഞങ്ങൾക്കുണ്ട്. ഭീകരവാദത്തോട് ഒട്ടും സഹിഷ്ണുത കാണിക്കാത്ത ഇല്ലാതെ നയം. ബഹുമാനപ്പെട്ട അംഗങ്ങളെ, ഞാൻ എന്നോടൊപ്പം വഹിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ അഗാധമായ അനുശോചനമാണ്. ജീവൻ നഷ്ടപ്പെട്ട ഓരോരുത്തർക്കും ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി കിരാതമായ ഭീകരാക്രമണത്തിൽ തങ്ങളുടെ ലോകം തകർന്നു പോയവർക്കായി ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആ ആക്രമണത്തിൽ നിങ്ങളുടെ വേദന ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. പൂർണ്ണ ദൃഢനിശ്ചയത്തോടെ ഇന്ത്യ ഇസ്രായേലിനൊപ്പം ഉറച്ചു നിൽക്കും. ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇനി എന്നും നന്ദി. നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തോട് ഇസ്രായേലിൽ നിന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങൾ, നമ്മുടെ രാജ്യം, നമ്മുടെ ഭാരതം ഇസ്രായേലിന് ഒപ്പം തന്നെയാണ് ഇനി എന്നുമെന്ന ലോകത്തോട് പ്രഖ്യാപിച്ചത്. ഇത് കേട്ട് കുരുപൊട്ടി നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഹമാസിനെ നെഞ്ചിലേറ്റിയ സകല ജിഹാദികളും കൂടി ഈ രംഗത്തെത്തിയിട്ടുണ്ട്. ഇടതുപക്ഷമുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, SDPI ഉണ്ട്. ഏതായാലും SDPIയുടെ ഈ അടുത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ MK ഫൈസി എന്താണ് വിളിച്ചു പറയുന്നത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്ത്യയുടെ വിദേശ നയം BJPയുടെ പ്രത്യയശാസ്ത്ര താല്പര്യങ്ങളല്ല, ദേശീയ താല്പര്യങ്ങളാകണം പരിഗണിക്കേണ്ടത്. MK ഫൈസി SDPI ഇതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഉണ്ട്. അതായത് ഈ MK ഫൈസി വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ചെറിയൊരു ഭാഗമാണ് വായിച്ചു കേൾപ്പിക്കുന്നത്. അധിനിവേശ ഫലസ്തീൻ മണ്ണിൽ അഭൂതപൂർവമായ നാശനഷ്ടങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ഇസ്രായേൽ സന്ദർശനത്തെ SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി ശക്തമായി വിമർശിച്ചു. പശ്ചിമേഷ്യയിൽ നീതിക്കും സന്തുലിത നയതന്ത്രത്തിനും തന്ത്രപരമായ സ്വയം ഭരണാധികാരത്തിനുമുള്ള ഇന്ത്യയുടെ ചരിത്രപരമായ
പ്രതിബദ്ധതയിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണ് ഈ സന്ദർശനമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഗാസയിലെ ജനങ്ങൾ കടുത്ത മാനുഷിക ദുരിതങ്ങൾ നേരിടുമ്പോൾ ഇസ്രായേലുമായുള്ള പ്രതിരോധ സഹകരണത്തിനും തന്ത്രപരമായ ഒത്തുചേരലിനും മുൻഗണന നൽകുന്നതിലൂടെ ഇന്ത്യയുടെ ദീർഘകാലമായുള്ള സ്വതന്ത്ര വിദേശ നയത്തെ സർക്കാർ അപകടത്തിലാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചത്. ആരാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്? എം കെ ഫൈസി അടുത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെടുത്ത്, അന്വേഷണ ഏജൻസികളെടുത്ത് ജയിലിൽ തള്ളിയതായിരുന്നു. രാജ്യത്തെ നിയമത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. രാജ്യത്തിന് വേണ്ടി BJP അതിൻ്റെതായ രീതിയിൽ പോവരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതെന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്? ഇമാതിരിയുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ട് ഇവിടെ മലമറിക്കാമെന്നോ? ഈ SDPIയെ കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസികൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ? പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ഈ അടുത്ത് പ്രഖ്യാപിച്ചതല്ല. SDPIയുടെ ഓഫീസ് റെയ്ഡ് നടത്തുന്ന സമയത്ത് MK ഫൈസി ഉൾപ്പെടെ ജയിലിലല്ലായിരുന്നോ? നമ്മുടെ രാജ്യത്തെ നിയമത്തിനെതിരെ നിന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ക്ലാസ് എടുക്കുക. നല്ല കോലായി ക്ലാസ് എടുക്കുക നമ്മുടെ പ്രധാനമന്ത്രിക്ക്. ഇത് കാണുമ്പോ ഒരുമാതിരി പൊട്ടത്തരം പോലെയല്ലേ തോന്നുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു വിഷയം എടുത്ത് മുന്നോട്ട് വെക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതേ നിലപാടാണ് ഇടതുപക്ഷത്തിന്, ഇതേ നിലപാടാണ് ഇവിടത്തെ UDFന്. ഇസ്രായേലിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും അവിടെ നിന്ന് നമ്മൾ ഇസ്രായേലിനൊപ്പമാണ്, ഭീകരവാദത്തിനെതിരെയാണ് എന്ന് പ്രഖ്യാപിച്ചത് SDPIക്ക് താല്പര്യപ്പെട്ടിട്ടില്ല. SDPI അതിനെ എതിർക്കുന്നു, ഇടതുപക്ഷം അതിനെ എതിർക്കുന്നു, UDF അതിനെ എതിർക്കുന്നു. അപ്പൊ ഇവരൊക്കെ തന്നെ ഹമാസിന് വേണ്ടിയാണോ നിലകൊള്ളുന്നത്? സകല മലയാളികളും തിരിച്ചറിയണം, SDPIയുടെ നിലപാട് എന്താണോ അത് തന്നെയാണ് കേരളത്തിലെ ഇടതന്മാരും UDF ഒക്കെ ഒരുപോലെ ഉയർത്തിപ്പിടിക്കുന്നത്. ഇത് കോൺഗ്രസ് എങ്ങാനുമായിരുന്നു രാജ്യം ഭരിക്കുന്നത് എങ്കിൽ ഇസ്രായേലുമായിട്ട് ഇതുപോലെ ഒരിക്കലും ഒരു സഖ്യത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തില്ല. പിന്നെ മനുഷ്യത്വമൊക്കെയാണ് ഇവരൊക്കെ ഒരേപോലെ പൊക്കിപ്പിടിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഇസ്രായേൽ എന്ന രാജ്യത്തെയും അവിടെയുള്ള സാധാരണക്കാരെയും കാണാതിരിക്കാൻ സാധിക്കുമോ? നമ്മുടെ രാജ്യം പലസ്തീനിലെ സാധാരണക്കാർക്കും ഒന്നും സംഭവിക്കരുത് എന്ന് തന്നെയാ ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷേ പലസ്തീനിലെ സാധാരണക്കാരെ പോലെ തന്നെ ഇസ്രായേലിലെ സാധാരണക്കാർക്കും ഒന്നും സംഭവിക്കരുത് എന്നാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്, നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്നത്. അതല്ലേ അന്തസ്? മതം നോക്കിയോ അല്ലെങ്കിൽ ആ പച്ചവർഗീയവാദത്തെ പിന്തുണയ്ക്കാൻ വേണ്ടിയോ അല്ലാതെ ആർക്കെങ്കിലും പലസ്തീന് വേണ്ടി മാത്രം കൊടി ഉയർത്താനും മനുഷ്യത്വം പറയാനും സാധിക്കോ? മനുഷ്യരല്ലേ ഇസ്രായേലിൽ ഉള്ളതോ? നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളും നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ യഥാർത്ഥത്തിൽ മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ച് ഭീകരവാദത്തിനെതിരെ നിലപാടെടുത്ത് നമ്മുടെ രാജ്യം എന്നും ഇസ്രായേലിനൊപ്പം എന്ന് പ്രഖ്യാപിച്ചതല്ലേ യഥാർത്ഥ മനുഷ്യത്വമുള്ള ആളുകള് കൈയടിക്കേണ്ടത്? പ്രത്യേകം മലയാളികൾ, പ്രത്യേകിച്ച് നമ്മള് നിയമസഭാ ഇലക്ഷന്റെ പടിവാതിൽക്കല എത്തി നിൽക്കുന്നത്. ഈ സമയത്ത് SDPIയുടെ നിലപാട് എന്താണോ അതാണ് ആഗോളതലത്തിലും നമ്മുടെ സംസ്ഥാന തലത്തിലും ഇവിടെയുള്ള UDFും LDFും ഒരുപോലെ കൈയടിക്കുന്നത് എന്നുള്ളതും സകല മലയാളികളും തിരിച്ചറിയുക.